ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടിയെ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ്. പീഡനം നടന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ്. മാനസ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്? അല്പസമയം മുൻപാണ് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആദിത്യയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് അറിയിക്കുന്നത്. പോലീസ് ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആൺ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. പൂജപ്പുര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്ന് അറസ്റ്റിന് ശേഷം വിശദമായി ചോദ്യം ചെയ്തു. ഒപ്പം ഈ ബിനോയിയുടെ ഫോണും പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഒപ്പം ചോദ്യം ചെയ്യുന്നതിനിടയിലും ബിനോയി ചില തെളിവുകൾ കിട്ടുന്ന തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അറസ്റ്റിലേക്ക് പോയത്. തുടർന്ന് ഇന്ന് വിശദമായി വീണ്ടും ചോദ്യം ചെയ്തു. ഒപ്പം പെൺകുട്ടിയുടെയും ബിനോയുടെയും ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. അതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഒപ്പം ഈ പെൺകുട്ടിയെ ഈ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ് പറയുന്നു. ഒപ്പം പീഡനം നടന്ന സ്ഥലങ്ങളിലൊക്കെയും പ്രതിയെ കൂട്ടി പോലീസ് പോയി തെളിവെടുപ്പ് നടത്തി. ഈ ബിനോയുമായി എത്തിയാണ് സ്ഥലങ്ങളിൽ പോയി പോലീസ് തെളിവെടുപ്പിയത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച ഓരോ സ്ഥലങ്ങളിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഒപ്പം ഈ വർക്കലയിലടക്കം പെൺകുട്ടിയെയും കൂട്ടി ബിനോയ് പോയി എന്നതാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ബിനോയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നും പോലീസ് വ്യക്തമാക്കുന്നു. എങ്കിൽ കൂടിയും എല്ലാ വിവരങ്ങളും പുറത്തു പറയാൻ സാധിക്കാത്ത വിധത്തിലാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടിയുമായി നിൽക്കുന്ന കുറെ ചിത്രങ്ങളും ഈ ബിനോയുടെ ഫോണിൽ ഉണ്ടായിരുന്നു. തന്നെ ഇവർ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ റിക്കവർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൊക്കെയും കൂടുതൽ തെളിവുകൾ ഈ ബിനോയ്ക്കെതിരെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ആദിത്യയുടെ കുടുംബം പോലീസിന് പരാതി നൽകിയത്. ഈ ആൺ സുഹൃത്തുമായുള്ള ബന്ധത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്ന് തന്നെയായിരുന്നു കുടുംബം ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ കാരണം എന്തെന്ന് അന്വേഷണത്തിലൂടെ തെളിയണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്രയും വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ ഫോൺ പരിശോധനകൾ ശക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ചാറ്റ് സന്ദേശങ്ങളൊക്കെയും പോലീസിൻ്റെ പക്കലുണ്ട്. ഒപ്പം തന്നെ ഇനിയും സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. ഈ ബിനോയുമായി പിണങ്ങിയ ഒരു സാഹചര്യത്തിലായിരുന്നു ആദ്യത്തേക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണം കാരണമാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത. എങ്കിൽ അങ്ങനെയല്ല, ഇത്തരത്തിൽ ബിനോയുമായുള്ള പ്രശ്നങ്ങൾ തുടർന്ന് ഉണ്ടായ മാനസിക പീഡനത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് തന്നെ കുടുംബം വ്യക്തമാക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആത്മഹത്യയിലേക്ക് പോവുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ബിനോയിയെയും കൂട്ടി ബിനോയിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വീണ്ടും തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. മാനസയാണ് വിവരങ്ങൾ നൽകിയത്.